നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ, അതായത് പഹൽഗാം നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച് തകർക്കുന്ന ഒരു സൈനിക നടപടിക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു 4 ദിവസം നീണ്ടുനിന്ന സംഘർഷമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ചൈന. അതായത് ശക്തമായ പിന്തുണ, അല്ലെങ്കിൽ അത്ര കടുപ്പിച്ച് ഇന്ത്യയോട് സ്വരം കടുപ്പിച്ചൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും ചൈനയുടെ ഒരു പിന്തുണ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അസർബൈജാനും തുർക്കിയും പാകിസ്ഥാന് കൃത്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ചൈന പാകിസ്ഥാന് ചെറുതായിട്ടെങ്കിലും പിന്തുണ നൽകിയത് എന്ന് നമുക്കറിയാം. പാകിസ്ഥാനുമായി സഹകരിച്ചുകൊണ്ട് ഒരു വലിയ പദ്ധതി തന്നെ, ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ ചൈന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ പദ്ധതികൾക്ക് വിഘാതമാകും എന്നുള്ളത് കൊണ്ട് തന്നെ, മാത്രമല്ല ഈ ചൈന ഈ പ്രദേശത്തൊരു വലിയ ഏറ്റുമുട്ടൽ ആഗ്രഹിക്കാത്തത് കൊണ്ടും പാകിസ്ഥാനോടൊപ്പം 100% പക്ഷം ചേർന്ന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന സമീപനമുണ്ടായില്ല. പക്ഷേ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ചൈന ആവശ്യപ്പെട്ടു. ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച ആയുധങ്ങളിൽ പലതും ചൈനീസ് ആയുധങ്ങളായിരുന്നു. പക്ഷേ അതൊന്നും ഈ യുദ്ധം കണക്കിലെടുത്തുകൊണ്ട് ചൈന പാകിസ്ഥാന് നൽകിയതല്ല. നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ ആയുധങ്ങളിൽ 80% ചൈനയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഈ ആയുധങ്ങളൊക്കെ, അല്ലെങ്കിൽ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ തകർക്കുന്നു, അതോടൊപ്പം തന്നെ ചൈനീസ് മിസൈലുകളെ ഇന്ത്യ വെടിവെച്ചിടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായത്. പക്ഷേ ചൈനയോട് മാനസികമായ ഒരു അടുപ്പം സൂക്ഷിക്കുമ്പോഴും ഇന്ത്യയെ കടന്നാക്രമിക്കാതെ, അല്ലെങ്കിൽ ഇന്ത്യയെ എതിർക്കാതെ, പ്രത്യക്ഷത്തിൽ എതിർക്കാതെയൊക്കെ ഒരു ഡിപ്ലോമസി ചൈന സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇതാ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഇപ്പോൾ ചൈനയിലാണുള്ളത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഈ ഇരുവരും അവിടെയുള്ളത്. ഈ ജൂലൈ മാസം 25 മുതൽ 27 വരെ രണ്ടുപേരും ചൈന സന്ദർശിക്കുന്നുണ്ട്. ഇത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയും അവിടെയുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ഇന്ത്യയും ചൈനയുമായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും നടത്തുന്നതിൽ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ്റെ ഒരു സൗഹൃദ രാഷ്ട്രമെന്ന് കരുതിയ ചൈന ഇപ്പോൾ ഇന്ത്യയോട് അടുക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. കാരണം ഈ യോഗത്തിലും, ഈ SCO യോഗത്തിലും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. കാരണം ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ മേഖലയിൽ, ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെയുള്ള ഈ ഏഷ്യൻ മേഖലയിൽ ഏറ്റവും വലിയ ഭീകരവാദ ഭീഷണിയായി മാറുന്നത് പാകിസ്ഥാൻ പാല് കൊടുത്ത് വളർത്തുന്ന ലഷ്കർ ഇ ത്വയ്ബ, അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ് എന്നിങ്ങനെയുള്ള ഭീകര സംഘടനകളാണ്. ഈ ഭീകര സംഘടനകളുടെ ഭീഷണി ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് കർശനമായി തന്നെ അജിത് ഡോവൽ ഈ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വിദേശ, അല്ലെങ്കിൽ ഒരു ഒന്നിലധികം രാജ്യങ്ങൾ, അല്ലെങ്കിൽ 2-ലധികം രാജ്യങ്ങൾ സമ്മേളിക്കുന്ന ഒരു ഉച്ചകോടിയിലാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത്. ഈ അഭിപ്രായത്തെ ഒരു SCO അംഗരാജ്യവും എതിർത്തില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ വിജയം. തീർച്ചയായും ചൈന അടക്കമുള്ളവർ ഇന്ത്യയുടെ ഈ പരാമർശത്തെ എതിർത്തില്ല എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടലായി മാറി. കാരണം ഇത്തരം വിഷയങ്ങളിലൊക്കെ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുമ്പോൾ ഒരു രക്ഷയ്ക്കെത്തുന്നത് ചൈനയാണ്. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വേദികളിലൊക്കെ പാകിസ്ഥാൻ ഭീകര സംഘടനകളെയും പാകിസ്ഥാനിലെ ഭീകരന്മാരെയും ഒക്കെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളെയൊക്കെ വീറ്റോ ചെയ്തിരുന്നത് പാകിസ്ഥാന് വേണ്ടി ചൈനയായിരുന്നു. പാകിസ്ഥാന് വീറ്റോ അധികാരങ്ങളില്ല എങ്കിലും പാകിസ്ഥാന് വേണ്ടി വീറ്റോ ചെയ്യാൻ എപ്പോഴും ചൈനയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഈ SCO സമ്മേളനത്തിൽ അങ്ങനെയൊരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമായി തന്നെ കാണുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ ഇപ്പോഴിതാ ഇന്ത്യ തന്ത്രപരമായ മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ സ്വന്തം സഖ്യരാഷ്ട്രം എന്ന് വിചാരിച്ച ചൈനയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. ഭീകരവാദത്തിനെതിരെ പ്രവർത്തിച്ചേ മതിയാകൂ എന്ന് ചൈനയ്ക്ക് ഒരു അന്താരാഷ്ട്ര വേദിയിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഒരു മുന്നറിയിപ്പായി മാറുകയാണ്. ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്.
പ്രത്യേകിച്ചും ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഉടലെടുത്ത സംഘർഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് അതിർത്തിയിൽ നിന്ന് ഇരു സേനകളും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്മാറി അതിനുശേഷം വലിയ സൗഹൃദങ്ങളിലേക്ക് പോകുന്നു. ചർച്ചകൾ പുനരാരംഭിക്കുന്നു. വ്യാപാര ബന്ധം പുനരാരംഭിക്കാനുള്ള പല പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ കൃത്യമായി ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കൊപ്പം കൈകോർക്കാനുള്ള ഒരു പ്രവണത പാകിസ്ഥാൻ കാണിക്കുന്നത്. തീർച്ചയായും ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ വിജയമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അമേരിക്കയിൽ പോയി ലഞ്ച് കഴിച്ചു, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനോടൊപ്പം ലഞ്ച് കഴിച്ചുവെങ്കിൽ അത് തീർച്ചയായും അമേരിക്കയുടെ താൽപ്പര്യം മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി പാകിസ്ഥാൻ്റെ ഒരു സുഹൃത്ത് രാഷ്ട്രത്തെ പാട്ടിലാക്കുകയാണ് ഇന്ത്യ എന്ന ആശങ്ക ഇപ്പോൾ പാകിസ്ഥാന് വന്നു തുടങ്ങിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.